ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമ്മൻ ആൻഡ് മോം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ 3 ബിരിയാണീൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. സൺഡേ സ്പെഷ്യലാണ് കേട്ടോ. എനിക്ക് ഇന്ന് കുറേ ഗസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 3 ബിരിയാണീൻ്റെ മസാലയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല അയക്കൂറ പൊരിച്ചിട്ടുള്ള ബിരിയാണിയും പിന്നെ ചെമ്മീൻ, അതായത് നമ്മൾ കൊഞ്ചൻ എന്ന് പറയും, കൊഞ്ചൻ ബിരിയാണിയും പിന്നെ മുട്ട ബിരിയാണി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ 3 ബിരിയാണി ഒരുമിച്ചിട്ട്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയക്കൂറ ബിരിയാണിയാണ് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചിട്ടുള്ളത്. പിന്നീടാണ് ഗസ്റ്റ് കൂടി വന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ എന്താക്കി, ചെമ്മീൻ ഫ്രൈ ചെയ്യാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതും ഞാൻ മസാലയാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ എഗ്ഗ് മസാല ഉണ്ടാക്കിയ കാരണം ഹസ്ബൻഡ് മീൻ കഴിക്കൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ എഗ്ഗ് മസാല ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തൈരും പപ്പടവും പിന്നെ ചമ്മന്തിയും ഉണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അയക്കൂറ ബിരിയാണി 2 കിലോനാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ 13 ഉള്ളി ഞാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. എനിക്കിവിടെ ഉള്ളിയെല്ലാം കട്ട് ചെയ്ത് തരുന്നത് ഹസ്ബൻഡാണ്. അപ്പോൾ രാവിലെ ഈ ഉള്ളി മുറിക്കൽ തന്നെ കഴിഞ്ഞാൽ തന്നെ കുറേ പണി കഴിഞ്ഞതിൻ്റെ തൊട്ടുണ്ടാകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ട്രിപ്പായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഉള്ളിയെല്ലാം രാവിലെ തന്നെ മുറിച്ചിട്ട് തന്നിട്ടുണ്ട്. ഇപ്പോൾ 3 മസാലയ്ക്ക് വേണ്ടിയിട്ട് കുറേ ഉള്ളി വേണം. അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഉള്ളി ഈ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വേവിച്ചിട്ട് എടുക്കണം. ഉള്ളിയും തക്കാളിയും ഞാൻ കുക്കറിൽ വേവിച്ചിട്ടാണ് എടുക്കുന്നത്. ബാക്കിയൊന്നും വേവിക്കുന്നൊന്നുമില്ല. അപ്പം ഈ ഉള്ളി മുഴുവനായിട്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹസ്ബൻഡിൻ്റെ ഏട്ടനും അനിയനും പിന്നെ കസിൻസാണ് വരുന്നത്. അപ്പോൾ അവർ ഉച്ചക്കാണ് വരുന്നത്. ഞാൻ രാവിലെ 7 മണിക്ക് പണി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ മാത്രമേ തീരുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാൻ 4 തക്കാളി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ 13 ഉള്ളി എടുത്തിട്ടുണ്ടെങ്കിൽ 4 അല്ലെങ്കിൽ 3 ഉള്ളി എന്തായാലും വേണം. അപ്പോൾ ഞാൻ ഇതെല്ലാം മുറിച്ചിട്ട് കൊടുത്തിട്ട് ഗ്യാസുമ്മൽ വെക്കുന്നുണ്ട്. ഇത് വേവാൻ വേണ്ടിയിട്ട് 3 വിസിലാണ് അടിക്കുന്നത്. എൻ്റെ കുക്കറിൽ വേഗം വിസിൽ വരും. അതുകൊണ്ട് 3 വിസിൽ വേണ്ടി വരും. പക്ഷേങ്കിൽ ചിലർ കുക്കറിൽ, നാട്ടിലത്തെല്ലാം കുക്കറാണെങ്കിൽ 2 വിസിൽ മതി. ഇനി ഞാൻ ഇഞ്ചി നല്ലോണം തൊലിയെല്ലാം കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് ഞാൻ എല്ലാ മസാലക്കും വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അതുപോലെ 2-3 വലിയ വെളുത്തുള്ളിയാണിത്. ഇതും ഞാൻ തൊലിയെല്ലാം കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ചെറിയ മിക്സിയിലിട്ടിട്ട് ചതച്ചിട്ട് എടുക്കുന്നുണ്ട്. ഇത് ആദ്യം തന്നെ ചതുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിലും ഇത് ഇട്ട് കൊടുക്കാം. സിമ്പിളായിരിക്കും. പിന്നെയും നമുക്കിത് ചതുക്കേണ്ട ആവശ്യമില്ല. അഥവാ ബാക്കിയാണെങ്കിൽ നമുക്ക് വേറെ ഇനി കറിക്കെല്ലാം അടച്ച് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഞാൻ പച്ചമുളകും ചതച്ചെടുക്കുന്നുണ്ട്. എൻ്റെ നല്ല എരിവുള്ള പച്ചമുളകാണ് ഇത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഞാനിത് ഇതിൻ്റെ അളവെല്ലാം കറക്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിക്കും. ഇതെടുത്തിയൊന്നും നോക്കണ്ടേയില്ല. ഇനി ഞാൻ ഇതിലിടുന്ന സമയത്ത് കറക്റ്റ് അളവ് ഞാൻ ഇതിൽ കാണിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ പച്ചമുളകും ചതച്ചെടുക്കുന്നുണ്ട്. എല്ലാം കൂടിയിട്ട് കണ്ട ഇതുപോലെ ഉണ്ട്. എനിക്ക് നല്ല ഓണത്തിന് പൂക്കളിട്ട പോലെ ഇല്ലേ. അപ്പോൾ ഇത് എല്ലാ മസാലക്കും വേണ്ടിയിട്ടാണ് മൊത്തത്തിൽ. അപ്പോൾ ഞാനിത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി അയക്കൂറ നല്ല ചെറിയ പീസ് സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇന്നലെ ഞാൻ വാങ്ങിയതാണ് മാർക്കറ്റിൽ നിന്ന്, അജ്മാൻ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. നല്ല ഫ്രഷ് മീനാണ്. ഈ മീൻ 1,200 വരുന്നത്. 1 കിലോന് 30 ദിർഹംസാണ്. അപ്പോൾ നമ്മൾ കുറേ നോക്കിയിട്ടാണ് മേടിച്ചത്. കാരണം എനിക്ക് ഇങ്ങനെയുള്ള മീൻ ഞാൻ വാങ്ങൽ കുറവാണ്. അപ്പോൾ ഫ്രഷ് മീൻ കിട്ടുമോ അബദ്ധാവോ എന്ന് വിചാരിച്ചിട്ട് കുറേ നോക്കിയിട്ടാണ് മേടിച്ചത്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് മസാല ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ മുളകിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 4 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് വേണമെങ്കിലൊന്ന് കുറക്കാം. 3.5 ടേബിൾ സ്പൂണ് എടുത്താൽ മതി. പിന്നെ കാരണം വെച്ചാൽ ഇത് കറക്റ്റാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞ അളവ്. അപ്പോൾ 1 ടീസ്പൂണ് മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂണ് ഫിഷ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്ന് ഉപയോഗിച്ചത് ഈസ്റ്റേണ്ടതാണ്. ഞാൻ നോർമലായിട്ട് പരക്കെയാണ് ഉപയോഗിക്കൽ. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിൻ്റെ പേസ്റ്റ്, 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് തന്നെ പച്ചമുളകും പിന്നെ 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളിൻ്റെ പേസ്റ്റും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. അടുത്തതായിട്ട് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളം കൂടിപ്പോണ്ട, കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടണം. നല്ലോണം എന്നിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഞാനിത് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. വേറെ ഇനിയൊന്നും ഇതിൽ ചേർക്കേണ്ടയില്ല. ഇത് പെർഫെക്റ്റ് മസാലയാണ്. നമ്മൾ തലേന്ന് മീൻ കിട്ടിയ പാടെ തന്നെ മസാല പുരട്ടിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ നമ്മൾ 1 മണിക്കൂർ മുന്നേ എടുത്ത് പുറത്ത് വെച്ചാൽ മതി. മസാല എല്ലാം അതിൽ നല്ലോണം പിടിച്ചിരിക്കും. അല്ലെങ്കിൽ ഒരു മണിക്കൂർ
ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം കേട്ടോ. എന്നാൽ കുറച്ച് ഞാൻ എല്ലാം അങ്ങനെ തന്നെ ചെയ്യൽ. ചിക്കൻ ആയാലും എല്ലാം പുരട്ടിയിട്ട് ഒരു 2-3 മണിക്കൂർ ഞാൻ വെക്കും. അല്ലെങ്കിൽ ഞാൻ വാങ്ങിയ പാടെ തന്നെ ക്ലീൻ ചെയ്തിട്ട് മസാല പുരട്ടിയിട്ട് ഫ്രീസറിൽ എടുത്ത് വെക്കും. ഇതെല്ലാം മസാലയും ഇതിൽ പുരട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് പൊരിച്ചിട്ട് എടുക്കണം. മീനായതുകൊണ്ട് നമുക്ക് അധികമൊന്നും ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാനൊന്നും പറ്റില്ല, കാരണം അത് പൊട്ടിപ്പോകും. നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. ഇതാകുമ്പം നമുക്ക് കുറച്ച് വലുപ്പത്തിലെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ കാണും പോലെ ഭയങ്കര എരിവായിട്ടൊന്നും ഉണ്ടാവില്ല ഈ മുളകിൻ്റെ പൊടി. ഞാൻ 2 തരത്തിലുള്ള മുളകിൻ്റെ പൊടി മിക്സ് ആക്കിയതാണ്, എരിവുള്ളതും എരിവില്ലാത്തതും. അത് നമ്മൾ പിരിമുളക് അങ്ങനെ പറയൂലേ, 1/2 കിലോ എരിവുള്ള മുളകും 1/2 കിലോ എരിവില്ലാത്ത മുളകും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് പൊടിപ്പിച്ചിട്ട് എടുക്കുന്നതാണിത്. അപ്പം നമ്മളത് പൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് അടുത്ത മസാല തയ്യാറാക്കാം. ഞാൻ ചെമ്മീൻ ഇതാ നല്ലോണം ക്ലീൻ ആക്കി വെച്ചതാണ്. ഈ ഒരു ചെമ്മീൻ 1 കിലോനാണ് കേട്ടോ ഉണ്ടാവുക. പക്ഷേങ്കിൽ ക്ലീൻ ആക്കിയെല്ലാം എടുത്തു കഴിഞ്ഞാൽ അതിലും പകുതിയായിട്ടാണ് ഉണ്ടാവുക, കാരണം തലയെല്ലാം നമ്മൾ ഇതിൽ എടുക്കുന്നില്ല മസാലയിൽ. 2 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നാട്ടിൽ നിന്ന് നമ്മളെ പറമ്പിൽ തന്നെ ഉണ്ടായ കുരുമുളകാണ്, അതുകൊണ്ട് നല്ല എരിവുണ്ട്. 1 ടീസ്പൂണ് ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടീസ്പൂൺ തന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ അയക്കൂറ മസാലയിൽ മീൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇതിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ആവശ്യത്തിന് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് വെള്ളം, പറഞ്ഞ പോലെ തന്നെ കുറച്ച് കൂടിപ്പോണ്ട വെള്ളം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കണം. അപ്പം നമ്മൾ ചെമ്മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നെയ്യിലിട്ട് നമുക്ക് പൊരിച്ചെടുക്കണം. അപ്പോഴത്തേക്ക് നമ്മളെ അയക്കൂറ ഒരു ഭാഗം മൊരിഞ്ഞിട്ടുണ്ട്. ഞാനിത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മെല്ലെ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പൊട്ടിപ്പോവാണ്ട് നോക്കിയിട്ട് തിരിച്ചിട്ട് കൊടുക്കണം. തീ മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇനി അപ്പുറത്തെ ഗ്യാസ് ഞാൻ കത്തിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെമ്മീൻ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഓരോ ചെമ്മീനും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ ചെമ്മീൻ മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ചെമ്മീൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ നല്ലോണം ചോറ് തിന്നും. 1 കിലോ ചെമ്മീനല്ലേ ഞാൻ എടുത്തത്, അതുപോലെ തന്നെ 1 കിലോ ചോറാണ് വെക്കുന്നത്. അപ്പോൾ 3 കിലോനാണ് ടോട്ടൽ ഞാൻ ചോറ് വെക്കുന്നത്. അതിൽ നിന്ന് എഗ്ഗ് മസാലയിൽ നിന്ന് കുറച്ചാണ് ഞാൻ എഗ്ഗ് മസാല ഉണ്ടാക്കുന്നുള്ളൂ, ഒരു 3 മുട്ടക്കുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഈ 2 ചോറ് ഞാൻ എടുത്ത് മാറ്റി വെക്കും. അയക്കൂറ ഇതാ നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് കോരി മാറ്റി വെക്കുന്നുണ്ട്. 2 ട്രിപ്പായിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ പൊരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല 19 പീസ് ഉണ്ട്. ചെറിയ പീസായതുകൊണ്ട് 19 പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. അതും നൈസായിട്ടാണ് അവർ കട്ട് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ നല്ലോണം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഒരു ഭാഗത്ത് മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് മസാല ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ചേർക്കണം. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. 2 കിലോ ചോറ് നമ്മൾ വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഈ ഒരു പാത്രമാണ് കറക്റ്റ് വരുന്നത്. മീൻ പൊരിച്ച നെയ്യ് 1/4 കപ്പ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വേവിച്ചെടുത്ത ഉള്ളിയും തക്കാളിയും ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറിക്കിട്ടണം. അതിനുശേഷം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മതി. ഞാൻ ബിരിയാണിയെല്ലാം വെക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണ് കുക്കറിൽ വേവിച്ചിട്ടാണ് എടുക്കൽ. അപ്പോൾ എനിക്ക് പണി വേഗം കഴിയും. അല്ലെങ്കിൽ നോർമൽ വാട്ടിയെടുക്കുന്നതാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് ഇഞ്ചി പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേ അളവ് തന്നെയാണ് ഞാൻ പച്ചമുളകും പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത്. ആദ്യം 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് പിന്നീട് ഞാൻ കുറച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതാണ് ഞാൻ 1.5 ടേബിൾ സ്പൂൺ തന്നെ പറഞ്ഞത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം, കാരണം ഇതിൻ്റെ പച്ചമണമെല്ലാം മാറണം. ഇനി ഞാൻ ഇത് വഴറ്റിയിട്ട് ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട്. മൂടി വെച്ചിട്ട് തീ കുറച്ച് വെക്കണം. അതാണ് ഈ ഒരു ചെറിയൊരു ഗ്യാസ് അടുപ്പത്ത് വെച്ചത്. വലുതിൽ വെച്ചാണെങ്കിൽ വേഗം നമുക്ക് വെള്ളമെല്ലാം വറ്റിപ്പോവും. 1 മിനിറ്റ് ഇത് വേവാൻ വേണ്ടിയിട്ട് ഞാൻ വെക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് തന്നെ നമ്മൾ ചെമ്മീനെല്ലാം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. കുറേ നേരം വെക്കറ കേട്ടോ. കുറേ ടൈം വെച്ച് കഴിഞ്ഞാൽ റബ്ബർ പോലെ ആയിപ്പോവും. അത് കുറച്ച് നേരം വെച്ചിട്ട് നമ്മൾ അപ്പുറം ഇപ്പുറം എല്ലാം വെന്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് കോരി മാറ്റി വെക്കണം. പിന്നീട് നമ്മൾ മസാലയെല്ലാം ഇടുന്നതല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ ചെമ്മീൻ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ 8 ഉള്ളി ഞാൻ ഇതുപോലെ മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് 2 ഉള്ളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ബാക്കിയുള്ള ചോറിനും അതുപോലെ ഉള്ളി പൊരിക്കാനെല്ലാം വേണ്ടിയിട്ടാണ്. 6 ഉള്ളിയാണ് ഞാൻ മസാലയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 തക്കാളിയാണ് മുറിച്ചിട്ട് കൊടുക്കുന്നത്. 2 തക്കാളി ഇത് കറക്റ്റാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഉള്ളിയും തക്കാളിയും ഞാൻ 3
വിസിലടിച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് ചെമ്മീൻ മസാലക്ക് വേണ്ടിയിട്ടാണ്. 2 കിലോ ബിരിയാണി വെക്കുമ്പം 13 ഉള്ളി എടുക്കുന്നുണ്ടെങ്കിൽ 1 കിലോന് 6 അല്ലെങ്കിൽ 7 ഉള്ളി എടുത്താൽ മതി. ചിലർക്ക് മസാല കുറച്ചാൽ വേണ്ടുള്ളെങ്കിൽ അത്രയൊന്നും വേണ്ടയില്ല കേട്ടോ. ഇനി ഞാൻ നമ്മളെ മസാല ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന മീനിൻ്റെ നമ്മളെ തലേൻ്റെ എല്ലാം ഒരു ഭാഗം 2 പീസ് അതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മസാലക്ക് നല്ലൊരു മീനിൻ്റെ സ്മെല്ല് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ എന്നോട് പെട്ടെന്ന് ഓർമ്മ വന്നേരാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇനി അത് മൂടി വെക്കുന്നുണ്ട്, അതൊന്ന് വെന്തോട്ടെ. ആ ടൈം കൊണ്ട് നമുക്ക് ചോറിനുള്ള അരി എടുക്കാം. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ അല്ല മീനിൻ്റെ ഈ ഒരു ബിരിയാണി അരിയാണ് എടുക്കൽ. കുറേ വർഷമായി ഞാൻ ഇതന്നെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇതെനിക്ക് പെർഫെക്റ്റ് അളവാണ്. 8 കപ്പാണ് ജീരകശാല അരിയാണ് എടുക്കുന്നത്. ഈ ഒരു ജഗ്ഗിലാണ് ഞാൻ അളക്കാൻ വിചാരിച്ചത്. പക്ഷേങ്കിൽ ഇത് ഫുൾ എനിക്ക് 8 കപ്പ് കൊള്ളൂല. അതുകൊണ്ട് ഞാൻ ഈ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ ഒരു ജഗ് കറക്റ്റാണ്. എനിക്ക് ഇങ്ങനെ അളന്നു കഴിഞ്ഞാൽ വെള്ളം എടുക്കുന്നതിന് കറക്റ്റായിരിക്കും. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള റേഷ്യോയിൽ ഈ ഒരു ജഗ്ഗിൽ 1.5 ആയിട്ട് വെള്ളം എടുത്താൽ മതി, വേഗം പണി കഴിയും. അതുകൊണ്ട് ഞാൻ ഈ ഒരു അളവാണ് എടുക്കുന്നത്. ഇനി ഈ അരി ഒരു ബൗളിലേക്ക് മാറ്റി നമുക്ക് നന്നായിട്ട് കഴുകിയിട്ടെടുക്കണം. 1 മിനിറ്റായി ഞാൻ മസാല വെച്ചിട്ട്, അപ്പോൾ ഞാനൊന്ന് നോക്കണം, അല്ലെങ്കിൽ നമ്മൾ അടി പിടിച്ചു പോകും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇട്ട് കൊടുക്കുന്നത് ഫിഷ് മസാലയാണ്. അതൊരു 3/4 ടേബിൾ സ്പൂൺ ഫിഷ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഫുള്ളില്ലേ. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് വഴറ്റിയിട്ട് ഞാനൊന്ന് മൂടി വെക്കുന്നുണ്ട്. ഇനി ഈ അരി നമ്മൾ 3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് എടുക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് 2 കിലോ ചോറ് വെക്കുന്ന അരിയെ മാക്സിമം ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 2 കിലോ ഒരു പ്രാവശ്യം പിന്നെ 1 കിലോ വേറെയും ഞാൻ എടുക്കുന്നത്. ഇനി ഇത് കഴുകിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിന് വീണ്ടും ഞാൻ മസാല ഒന്നും കൂടി നോക്കുന്നതാണ്. മസാലയിൽ ഉള്ളിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള ആ നേരത്തെ എടുത്ത് വെച്ച മീനിൻ്റെ പീസ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അത് ഇതിലേക്ക് ഇനി ആവശ്യമില്ല, കാരണം മുള്ളലുള്ളതാണ്. അപ്പം മസാലയിൽ നമ്മൾ അങ്ങനെ ഇത് ഇടേണ്ടയില്ല. ഇനി അത് വേറെ മാറ്റി വെച്ചിട്ട് അതിലേക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊരിച്ച് വെച്ചിട്ടുള്ള മീൻ ഇടുമ്പോൾ ശ്രദ്ധിക്കണം. ആദ്യം ഞാൻ ഇങ്ങനെ മേലെ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ അടിയിലത്തേക്ക് ഇത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ബാക്കിയുള്ള മീനും കൂടി വെച്ച് കൊടുക്കുന്നത്. പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ്. കാരണം ഈ മീൻ അയക്കൂറം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടേ വെക്കാൻ പാടുള്ളൂ. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് മല്ലിച്ചപ്പും പുതിനച്ചപ്പും ഇട്ട് കൊടുക്കണം. ഇത്രയും അളവുള്ള മല്ലിച്ചപ്പും പുതിനച്ചപ്പുമാണ് ഞാൻ എടുക്കുന്നത്. കൂടിപ്പോയി കഴിഞ്ഞാലൊന്നും ഒരു കുഴപ്പമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ല് നന്നായിട്ട് നമ്മളെ മസാലയിൽ കിട്ടിയാലാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണി മസാല കിട്ടുക നമുക്ക്. പിന്നെ ലാസ്റ്റ് ഞാൻ ഗീയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ മുറിച്ചിട്ടിട്ട് ഈ മസാലയിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും അളവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് പുതിനച്ചപ്പും 1/2 കപ്പ് മല്ലിച്ചപ്പുമാണ് ഞാൻ ഈ ഒരു അളവിൽ നിങ്ങൾക്ക് കൂട്ടുന്നത്. ഇനി ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം 6 kg പശു നെയ്യ് 2 ടീസ്പൂണ് ഞാൻ ഈ മസാലേൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാലാണ് മസാലക്ക് പെർഫെക്റ്റ്. ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. ഇങ്ങനെ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ മസാല പകുതി ഉള്ളി പൊരിച്ചിട്ട് നമ്മൾ മീൻ മസാല ഉണ്ടാക്കും, പകുതി ഉള്ളി വാട്ടിയിട്ടും അങ്ങനെയും ചെയ്യാം. ഞാൻ ഈ ഒരു ടൈപ്പിലാണ് ഇപ്പം ചെയ്യുന്നത്. വേഗം നമുക്ക് പണി കഴിയണം. ഒരു മസാലയാണ് ഇപ്പം ആയിക്കൊണ്ടുവന്നത്. നമ്മളെ മീൻ മസാല നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അടിയിലൊന്നും പിടിക്കാണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അടുത്ത പരിപാടി നമുക്ക് ചോറ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെമ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് 2-2.25 കിലോ. എങ്ങനെയാണെങ്കിലും 2 കിലോൻ്റെ ചോറ് വെക്കുന്നുണ്ടെങ്കിൽ ഒരു 2.5 കിലോ കൊള്ളുന്ന ചെമ്പാണ് നമ്മൾ എടുക്കേണ്ടത്. എന്നാലേ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഞാൻ ഒരു 3-4 ടേബിൾ സ്പൂണ് RKG ഇട്ട് കൊടുക്കുന്നുണ്ട്. RKGയും ഓയിലും മിക്സായിട്ടാണ് ഞാനിതിൽ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് കോക്കനട്ട് ഓയിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിലിന് പകരം ഇങ്ങനെ 2ആയിട്ട് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. RKG എന്നല്ല, നമുക്ക് പശു നെയ്യ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. മിൽമേൻ്റെ ഉണ്ട്, പിന്നെ അങ്ങനത്തെ പശു നെയ്യ് എല്ലാം ഉപയോഗിക്കാം. ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഉള്ളി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പട്ട, കറാമ്പ്, ഏലക്കായ്, പെരിഞ്ജീരകം, പിന്നെ ഗ്രാമ്പു ഇലയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് നേരത്തെ അരി എടുത്ത ആ ജഗ് തന്നെ വെള്ളം ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി എടുക്കേണ്ടത് ഈ ജഗ്ഗിൻ്റെ അര വെള്ളം ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായി ഒരു ജഗ് ചോറാണ് 8 കപ്പ് വരുന്നത്. അപ്പോൾ 1.5 ഞാൻ എടുത്തിട്ടുണ്ട് വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെച്ച ആ സമയം കൊണ്ട് ഞാൻ
ചെമ്മീൻ മസാലക്ക് വേണ്ടിയിട്ട് ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ചെമ്മീൻ പൊരിച്ച നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വേവിച്ച് വെച്ച ഉള്ളിയും തക്കാളിയും കുക്കറിന് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി, കൂടിപ്പോണ്ട കേട്ടോ. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമ്മൾ ഇട്ട് കൊടുക്കണം. ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ ഇല്ല കേട്ടോ, ഒരു ടേബിൾ സ്പൂണിന് കുറച്ച് കുറവ്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പച്ചമുളകും എടുക്കുന്നത്. ഇനി ഇതെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ഒരു പച്ച മണമെല്ലാം ഒന്ന് മാറിക്കിട്ടണം. നമ്മൾ പച്ചമുളക് എരിവ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എടുക്കാം. ഇതെല്ലാം നന്നായിട്ട് കറക്റ്റായിട്ട് വരുമ്പോൾ നമ്മളെ മസാല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. അങ്ങനെ ഞാനിത് ഒന്ന് മൂടി വെക്കുന്നുണ്ട്. ഈ കുറച്ചാണ് വെക്കേണ്ടത്. അപ്പോഴത്തേക്ക് നമ്മളെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരിയിൽ വെള്ളം ഒട്ടും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. പറ്റുമെങ്കിൽ നമ്മൾ അരിപ്പയിൽ അരി ഇട്ട് വെച്ചാൽ മതി കഴുകിയിട്ട്. ഇതിൽ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചുകൊണ്ട് വെള്ളമൊന്നും ഒട്ടും ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ അരിയെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഉപ്പ് കുറച്ച് കുറവുണ്ടേനും. അപ്പോൾ അങ്ങനെ ഉപ്പെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അരമുറി ചെറുനാരങ്ങയെന്ന് കുറച്ച് പിഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോറ് പറ്റിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് കൊടുക്കുന്നത്. നമ്മൾ മറ്റുള്ള ബസ്മതി അരിയെല്ലാം വെക്കുമ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യലുണ്ട്, അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കലുണ്ട്. അപ്പം നമ്മളതെല്ലാം സെറ്റാക്കിയതിന് ശേഷം ഒന്ന് മൂടി വെക്കുന്നുണ്ട്. തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം. പിന്നെ ഞാൻ മസാല നോക്കുമ്പം മസാലയിൽ വെള്ളമെല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂണ് മീൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇവ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് വഴറ്റിയതിന് ശേഷം ഒരു 3/4 ടീസ്പൂണ് കുരുമുളക് പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചെമ്മീനിൽ കുരുമുളക് നല്ല ടേസ്റ്റ് കൊടുക്കും. മസാല ഇട്ടതിന് ശേഷം ഞാൻ ഒന്നും കൂടി മൂടി വെച്ചിട്ടുണ്ട്. കറക്റ്റ് ടൈമിന് എൻ്റെ ഗ്യാസ് തീർന്നു പോയി. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. നാട്ടിലാണെങ്കിൽ എക്സ്ട്രാ ഗ്യാസും കുറ്റി ഉണ്ടാവും. ഇവിടെ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്ത് പരിപാടി നടക്കുമ്പോൾ നാട്ടിൽ നിന്നാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഗ്യാസ് തീർന്നൊക്കെ ഒരു പതിവ് തന്നെയാണ്. പിന്നെ നമ്മൾ എക്സ്ട്രാ ഗ്യാസും കുറ്റി ഉണ്ടാകുമ്പോൾ അത് മാറ്റി ഇടും. ആരെങ്കിലും എനിക്ക് ഹെൽപ്പിന് വിളിക്കല ഞാൻ. ആ ഒരു ടൈം കൊണ്ട് തൈര് തയ്യാറാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തൈര് ഇട്ട് കൊടുത്തിട്ട് ഉപ്പെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ 10-15 മിനിറ്റ് കൊണ്ട് എനിക്ക് ഗ്യാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സമയം 10:30 മണി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ചോറ് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നതാണ്. ഫുള്ളായിട്ട് വെന്തിട്ടില്ല. ഇനി കുറച്ച് നേരം കൂടി ഒന്ന് വെച്ചാൽ മതി. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ മൂടി വെക്കുന്നുണ്ട്. എന്തായാലും വേഗം വെന്ത് കിട്ടും. അതിനുശേഷം ഞാൻ മസാല ഒന്ന് നോക്കുന്നുണ്ട്. മസാലയിൽ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്മീൻ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കണം. ബിരിയാണി വെച്ചിട്ട് ഫസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ചെമ്മീൻ മസാലയാണ്. കാരണം ചെമ്മീൻ നമ്മൾ വേറെ തന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇത് ഞാനൊന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. എല്ലാം തീ കുറച്ചിട്ട് നമ്മൾ 1 മിനിറ്റ് ഇങ്ങനെ മൂടി വെക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ചോറ് കറക്റ്റ് വേവാണ്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് തണിയെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പറ്റെല്ലാം മാറിക്കിട്ടും. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ 2 കിലോന് ചോറാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ 2.5 കിലോ എടുത്തിട്ടുണ്ടെങ്കിൽ പണി കിട്ടുവേനും. ഇതിൽ ഉപ്പെല്ലാം കറക്റ്റാണ്. നമ്മൾ ആ വെള്ളത്തിൽ തന്നെ ഫസ്റ്റ് തന്നെ ഉപ്പെല്ലാം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഉപ്പൊന്നും റെഡിയാക്കേണ്ട വരില്ല. അതുപോലെ തന്നെയാണ് വെള്ളത്തിൻ്റെ അളവും. അപ്പം ഞാനിത് വേറെ മാറ്റി വെക്കുന്നുണ്ട്. അടുത്ത നമ്മളെ ചോറും കാര്യങ്ങളെല്ലാം വെക്കേണ്ടതാണ്. അപ്പം ഞാനിതൊരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ അയക്കൂറ മസാല ആയിട്ടുണ്ട്, 2 കിലോൻ്റെ ചോറും ആയിട്ടുണ്ട്. ഇനി ചെമ്മീൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. ചെമ്മീൻ്റെ ഒരു ഗ്രീൻ കളർ നോക്ക്, നല്ലൊരു ഡാർക്ക് കളറായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മല്ലിച്ചപ്പും പുതിനച്ചപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും ക്വാണ്ടിറ്റിയിലുള്ള മല്ലിയും പുതിനയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇത് കുറച്ച് കൂടിയാൽ കുഴപ്പമൊന്നുമില്ല. ഇത് ഞാൻ മുറിച്ചിട്ടിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു സ്മെല്ല് വരും നമുക്കിത് മൂടി വെച്ച് കഴിഞ്ഞാൽ. ബിരിയാണീൻ്റെ മെയിൻ ഘടകമാണിത്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് RKG ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കുന്നുണ്ട്. തീ കുറച്ച് വെക്കണം കേട്ടോ. ഇനി ലാസ്റ്റായിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു പാത്രം വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഉള്ളി നമുക്ക് പൊരിച്ചിട്ടെടുക്കണം. ഉള്ളി എല്ലാ മസാലക്കും ദമ്മിടാൻ വേണ്ടിയിട്ടാണ് ഉള്ളി നമ്മളിങ്ങനെ പൊരിക്കുന്നത്. വലിയ 2 ഉള്ളിയാണ് കേട്ടോ ഇത്.
ഇത് എല്ലാ ചോറിനും വേണ്ടിയിട്ടുള്ളതാണ്. ആ ഒരു ടൈം കൊണ്ട് നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെമ്മീൻ മസാല ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതും ഞാൻ വേറെ മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ 7 മണിക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മൾ ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം അതിൻ്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ലേറ്റായിട്ട് പോകുന്നതാണ്. ഇനി അടുത്തതായിട്ട് 1 കിലോന് ചോറ് നമുക്ക് വെക്കണം. അതിന് വേണ്ടിയിട്ട് 4 കപ്പ് അരി ഞാൻ ഈ ഒരു മഗ്ഗിലാണ് അളക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതിനോട്ട് എനിക്ക് വേഗം വെള്ളം അളന്നിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഒരു മഗ് നിറച്ചുമില്ല, കുറച്ച് കുറവാണ്. ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയെല്ലാം പൊരിഞ്ഞിട്ടുണ്ട്. ഇത്രയും ഒരു പാകത്തിനാണ് കിട്ടേണ്ടത്. ഫുൾ പൊരിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. നമുക്കിത് തണിയാൻ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പം ഞാൻ ഉള്ളിയെല്ലാം കോരി മാറ്റിയിട്ട് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് മുന്തിരി ഇട്ട് കൊടുക്കും. കണ്ട ഉള്ളി ഫ്രൈ ചെയ്തത് നല്ല ഒരു ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ടുണ്ടാവും. ഇനി ഇത് ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും പൊരിച്ചിട്ട് എടുക്കുന്നുണ്ട്. ബിരിയാണിയെല്ലാം ദമ്മിടുന്ന സമയത്ത് ഈ നട്ട്സ് ഇടൽ എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. ചിലർക്ക് അങ്ങനെ ഉണ്ടാവില്ല. ചിലർ ഇതിൽ മുന്തിരിയെല്ലാം കണ്ടു കഴിഞ്ഞാൽ എടുത്തിട്ട് കളയുകയാണ് ചെയ്യുക. ചിലർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇനി ഞാൻ അരി നന്നായിട്ട് 3 പ്രാവശ്യം നേരത്തെ ചെയ്ത പോലെ തന്നെ കഴുകിയിട്ട് നല്ലോണം വെള്ളമെല്ലാം ഡ്രൈ ചെയ്തിട്ട് വെക്കുന്നുണ്ട്. ഇനി നമുക്കിത് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ 1.5 കിലോ ചോറ് വെക്കാം. തീ ഒന്ന് ഓണാക്കിയിട്ട് ഇതിൽ വെള്ളമെല്ലാം ഒന്ന് വറ്റിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ ആർക്കേജ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ 4 ടേബിൾ സ്പൂൺ ആർക്കേജാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലും കുറച്ചും കൂടിയും കുറവാണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മളെ വെളിച്ചെണ്ണ. ഞാൻ ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ കുറച്ച് കുറവാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണാണ് എടുക്കേണ്ടത്. അതിൽ ഞാൻ ഉള്ളിയും ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് നേരത്തെ കണ്ടതിൻ്റെ തന്നെ. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ മഗ് ഞാൻ ഇത് കണ്ട ആദ്യം ഒരു മഗ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം 1 കപ്പ് ഫുള്ളായിട്ട് വെള്ളം ഇല്ലല്ലോ. ഇനി ഇത് തിളക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫുൾ തീയിലാണ് വെച്ചിട്ടുള്ളത്. ആ ഒരു ടൈമിന് ഞാൻ മുട്ട പൊങ്ങി വെച്ചിട്ടുണ്ട്. മുട്ട മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 മുട്ടയാണ് പൊങ്ങാൻ വേണ്ടിയിട്ട് വെച്ചത്. അതുപോലെ തന്നെ ഈ ഒരു മസാലക്ക് വേണ്ടിയിട്ട് 3 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു വലിയ തക്കാളി ഞാൻ ഇതിലേക്ക് മുറിച്ചിട്ടിട്ട് കുക്കറിൽ വെച്ചിട്ട് 3 വിസിൽ നേരത്തെ പറഞ്ഞതിൻ്റെ തന്നെ 3 വിസിലടിക്കുന്നുണ്ട്. ദമ്മിടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ഉള്ളിയിലേക്ക് 1/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ ഒരു 1/2 കപ്പ് മല്ലിച്ചപ്പും ഞാൻ മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഈ ഒരു ദമ്മിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അങ്ങനെ നമ്മളെ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അരി ഇട്ട് കൊടുക്കണം. അരിയെല്ലാം മെല്ലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം ഇല്ലാണ്ട് നോക്കണം, കറക്റ്റ് അളവാണ്. നേരത്തെ കാണാതായിപ്പോയി നമ്മളെ ഗ്രാമ്പൂൻ്റെ ഇല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 ഗ്രാമ്പൂൻ്റെ ഇല ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അരമുറി ചെറുനാരങ്ങയെന്ന് കുറച്ച് നീരെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചോറ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാം സെറ്റായി ഉപ്പെല്ലാം കറക്റ്റാക്കി ഞാൻ മൂടി വെക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ദമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുനാരങ്ങ എടുക്കുന്നുണ്ട്. 2 ചെറുനാരങ്ങയാണ് ഞാൻ ഒരു ഗ്ലാസ്സിൽ പിഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ കളറൊന്നും ഉപയോഗിക്കലില്ല. ചെറുനാരങ്ങയിൽ മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടാണ് കളറാക്കി എടുക്കൽ. ചിലർ പാലിൽ മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ട് ഉപയോഗിക്കും. പിന്നെ നമ്മളെ ഫുഡ് കളർ ഉപയോഗിക്കുന്നതാണ്. ഞാൻ ഇതുവരെ ഫുഡ് കളർ ഉപയോഗിച്ചിട്ടില്ല. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം. 2 ചെറുനാരങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. കണ്ട ദമ്മിടാൻ വേണ്ടിയിട്ട് ആർക്കേജും പിന്നെ ഈ കളറും ഉള്ളിയാണ് വേണ്ടത്. ഇനി അടുത്ത പരിപാടി ഞാൻ മുട്ട പൊരിക്കലാണ്. മുട്ട പൊരിച്ചിട്ടാണ് മസാല ഉണ്ടാക്കുന്നത്. അതിന് 2 ടീസ്പൂൺ മുളകിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞളും 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് തിക്കി ഗ്രേവി ആയിട്ട് മാറ്റണം. ഇതിലേക്ക് നമ്മൾ മുട്ട ഇട്ട് കൊടുക്കണം. മുട്ട ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ ആ പുഴുങ്ങിയ മുട്ടേൻ്റെ സൈഡിലെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഉള്ളിലെല്ലാം ഒന്ന് മസാല ഒന്ന് പുരണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നെയ്യിൽ പൊരിച്ചെടുക്കണം. മസാല എനിക്ക് കുറച്ച് ബാക്കിയായതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നീട് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ആ ഒരു ടൈം കൊണ്ട് നമ്മളെ ചോറ് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് തിരിച്ചിട്ട് സെറ്റാക്കിയിട്ട് തീ കുറച്ചിട്ട് വെക്കണം. ചോറ് തുറക്കുന്ന സമയത്ത് തന്നെ നല്ല സ്മെല്ലുണ്ടാകും. ഏലക്കേൻ്റെയും പട്ടേൻ്റെയും കറാമ്പൂൻ്റെ എല്ലാം നല്ലൊരു സ്മെല്ല് കിട്ടും നമുക്ക്. തീ കുറച്ച് വെച്ചതിന് ശേഷം ഞാൻ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തത്. ഇതിലേക്ക്
അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മുട്ട 3 ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മുട്ട തട്ടുകട സ്പെഷ്യൽ മുട്ട പൊരിച്ചിട്ട് ഉണ്ടാക്കുന്നില്ലേ, അതേപോലെ തന്നെയാണ് അത്. ഞാൻ ഇതിൽ മുന്നേത്തെ വീഡിയോയിലെല്ലാം ചെയ്തിട്ടുണ്ട്. ആ ഒരു ടൈം കൊണ്ട് നമ്മളെ ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഉപ്പെല്ലാം കറക്റ്റാണ് കേട്ടോ. ഇത് കുറച്ച് നേരം ഒന്ന് തണിഞ്ഞു കഴിഞ്ഞാൽ ചോറ് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും. എനിക്ക് ഇതിൻ്റെ ഒന്നും ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കിട്ടൂല, കാരണം മക്കളെ സൗണ്ടും കുറേ ഒച്ചപ്പാടലുള്ളതുകൊണ്ട് ഞാനിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊന്നും വെക്കുന്നില്ല. പിന്നീട് ഞാൻ ദമ്മിടാൻ വേണ്ടിയിട്ട് ഈ ഒരു തവ വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ മസാല വെച്ചിട്ട് ദമ്മിട്ട് കഴിഞ്ഞാൽ അടി പിടിക്കാണ്ട് നമുക്ക് ചുറ്റിലും ചൂട് കിട്ടുന്ന നേരത്തിൽ നമുക്ക് വെന്ത് കിട്ടും. ഈ മസാലേൻ്റെ മുകളിലായിട്ട് ചോറ് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്ച്ചോറ് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഞാൻ ഉള്ളിയും ഈ മിക്സിയിൽ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഒന്ന് വിട്ടുപോയതാണ്, അത് കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൻ്റെ മുകളിൽ RKG ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി കളർ ഇങ്ങനെ ഇതുപോലെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൈമേൽ വെച്ചിട്ട് ഇങ്ങനെ മെല്ലെ ഇട്ട് കൊടുത്താൽ മതി. ഇനി അതിൻ്റെ മുകളിൽ ചോറ് ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ തുടർന്ന് കൊടുക്കണം. 2 ലെയറായിട്ടാണ് ചോറ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മളെ തലശ്ശേരി, കണ്ണൂർ, മലബാർ സ്റ്റൈൽ ദം ബിരിയാണിയാണ് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ചോറ് ഉണ്ടാക്കുക. അതും ചെറിയ മണി അരിയാണ്, വയനാടൻ കൈമ ജീരകശാല അരിയാണ് നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ വലിയ അരി ഉപയോഗിക്കലില്ല ചോറ് ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളും ഒന്ന് തലശ്ശേരി ദം ബിരിയാണി അല്ലെങ്കിൽ കണ്ണൂർ സ്റ്റൈൽ ബിരിയാണി വെച്ചോക്കെ കേട്ടോ. സൂപ്പറായിരിക്കും. നിങ്ങൾക്കും എന്തായാലും ഒന്ന് ഇഷ്ടപ്പെടും. നേരത്തെയുള്ള അയക്കുറ മസാലയിൽ നിന്ന് ഞാൻ മീൻ കുറച്ചൊന്ന് മാറ്റി വെച്ചേക്കുന്നുണ്ട്. അതൊന്ന് മൊഞ്ചിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മുകളിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല കേട്ടോ, മസാലേൻ്റെ താഴെ തന്നെ നിന്നോട്ടെ. പക്ഷെ ഞാനൊരു മൊഞ്ചിന് വേണ്ടിയിട്ടാണ് വെച്ചത്. കാണുമ്പോൾ ഒരു രസമല്ലേ. ഇനി ഈ വീഡിയോ ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് മീൻ ബിരിയാണിയിലെ മേലെ മീൻ കണ്ടിക്കില്ല, നിങ്ങൾ വിചാരിക്കൂലേ ഇത് മീൻ ബിരിയാണി തന്നെയാണോ എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണ്. ഞാനിത് നന്നായിട്ട് എയർ ടൈറ്റായിട്ട് മൂടി വെച്ചിട്ട് തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇതങ്ങ് വെന്തോളും. നല്ല സ്മെല്ല് വരും എടുക്കുന്ന സമയത്ത്. മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ എനിക്ക് ചെയ്യാനൊന്നും ടൈം കിട്ടിയിട്ടില്ല, കാരണം വെച്ചാൽ ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അളവും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. ഇനി ഈ മസാലേൻ്റെ മുകളിൽ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ വെച്ചിട്ടുള്ള ചോറിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരാൾക്കുള്ള ചോറല്ലേ, അപ്പോൾ ഇത്രയേ വേണ്ടുള്ളൂ. ഇതിൻ്റെ മുകളിൽ ഉള്ളിയും RKGയും പിന്നെ നമ്മളെ കളറും ഇട്ട് കൊടുത്തിട്ട് മൂടി വെക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം ഇതുപോലെ മുട്ട മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ ഉണ്ടാക്കി കൊടുക്കലാണ് പതിവ്. ഇപ്പോൾ ചിക്കൻ ഇല്ലാത്തതുകൊണ്ടാണ് മുട്ട പൊരിച്ചിട്ട് മസാല ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ടോട്ടൽ 12 ആളാണ് വന്നിട്ടുള്ളത്, നമ്മളടക്കാണ്. അപ്പോൾ ഈ ഒരു അരി കൂടുതൽ ഒരു 16-18 ആൾക്ക് എത്തും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ പപ്പടമുണ്ട്, തൈരുണ്ട്, പിന്നെ ചമ്മന്തി ഉണ്ട്. തൈരിൽ ഞാൻ ക്യാരറ്റും കക്കിരിയും ഇതെല്ലാം മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഏട്ടൻ്റെ വൈഫെല്ലാം വന്നിട്ടുള്ളതുകൊണ്ട് അവരും കൂടിയും ബാക്കിയുള്ള പരിപാടിക്കെല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചോറിടുന്ന സമയത്ത് മസാല ആദ്യം അടിയിൽ വെച്ചിട്ട് മുകളിൽ ചോറ് വെച്ചിട്ടാണ് വെക്കൽ. ഞാൻ മുന്നത്തെ വീഡിയോയിലെല്ലാം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് പിന്നെ മസാല 3 തരം ഉള്ളതുകൊണ്ട് സെപ്പറേറ്റ് ആണ് വെക്കുന്നത്. മസാല വേറെ വേറെ ആയിട്ടും ചോറ് വേറെ വേറെ ആയിട്ടാണ് വെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തിട്ട് കഴിക്കാം. ഇവിടെ നാട്ടിലത്തെ പോലെ കുറേ പാത്രങ്ങളും പ്ലേറ്റുകളൊന്നും ഉണ്ടാവില്ല. ഉള്ളത് കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കുക ചെയ്യുക. എന്നാലും എനിക്ക് അത്യാവശ്യം പാത്രങ്ങളെല്ലാം ഉണ്ട്. ഞാൻ വരുന്നതിന് മുന്നേ ഇവിടെ ഹസ്ബൻഡ് അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടേനും. അപ്പോൾ എനിക്ക് വലിയ പാത്രങ്ങളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യമുള്ള പാത്രങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ കണ്ട ഇത് ചെമ്മീൻ മസാലയാണ്. ഇത് ഞാൻ വേറെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മീൻ മസാല എല്ലാം ഞാൻ വേറൊരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം മീൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് പൊട്ടിപ്പോവാണ്ട് എടുത്തിട്ട് വെക്കുന്നുണ്ട്. പ്ലേറ്റും ഗ്ലാസും ഡിസ്പോസിബിൾ ആണ് വാങ്ങിയിട്ടുള്ളത്. കാരണം അതിന് അതും കൂടിയും കഴുകിയിട്ട് ഇനി എന്താക്കേണ്ട ടൈം കളയണ്ടെന്ന് വിചാരിച്ചു. ഇനി കാര്യങ്ങളെല്ലാം സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരെല്ലാം ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞാൻ കൊണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം ഞാൻ അവിടുന്ന് വീഡിയോ എടുക്കുന്നതിന് മുന്നേ എന്താക്കിക്ക് അവർ കഴിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡിസ്പ്ലേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഞാനൊരു ഐറ്റംസിൻ്റെ മാത്രം കാണിച്ചാൽ മതി എന്ന് വെച്ചിട്ട് അയക്കുറ ബിരിയാണീൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേങ്കിൽ ഞാനിത് ഓർഡർ പ്രകാരം ചെയ്തുകൊണ്ട് അങ്ങനെ തന്നെ വീഡിയോ ആയിട്ട് ഇട്ടതാണ്. അപ്പോൾ നമ്മളിവിടെ കുട്ടികളും കഴിക്കുന്നുണ്ട്, വലിയ ആൾക്കാരപ്പുറം ടേബിളിലും കഴിക്കുന്നുണ്ട്. പിന്നെ ഏട്ടൻ കൊണ്ടുവന്ന ഫ്രൂട്ട്സാണിത്. അപ്പോൾ അതെല്ലാം ഞാൻ മുറിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഫുഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നില്ല, എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഒരു പാർസലാക്കിയിട്ട് തൊട്ട് നമ്മളെ ഫ്ലാറ്റിൻ്റെ വാച്ച്മാൻ ഉണ്ട്, അപ്പോൾ അയാൾക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ പാർസലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. പുതിയൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.